ഹായ് ഫ്രണ്ട്സ്, നമുക്കിതൊരു ഹാഫ് kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ വീഡിയോ കണ്ടാലോ? അതിനായിട്ട് 2 മുട്ട നമ്മൾ ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു. 1/2 ടീസ്പൂൺ വനില എസൻസും കൂടിയും ഒരു നുള്ളു ഉപ്പും കൂടിയും ചേർത്തിട്ട് നമ്മൾ ബീറ്ററിന് ഫസ്റ്റ് സ്പീഡിലിട്ട് ജസ്റ്റ് ഒന്ന് പതയണ വരെയും ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ആയതിനു ശേഷം 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയുടെ പകുതി ആദ്യം ആഡ് ചെയ്ത് അതൊന്ന് മിക്സ് ആവുന്നിടം വരെയും ഫസ്റ്റ് സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്തതിന് ശേഷം മിക്സ് ആയതിനു ശേഷം നമ്മൾ ബാക്കിയുള്ള പഞ്ചസാര പൊടിച്ചതും കൂടി ആഡ് ചെയ്ത് ഫസ്റ്റ് സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കുകയാണ്. 1 മിനിറ്റ് ബീറ്റ് ചെയ്യണം. അപ്പോഴേക്കും അതൊന്ന് നല്ലപോലെ മിക്സ് ആയിക്കോളും. അതിനുശേഷം നമ്മൾ സ്പീഡൊന്ന് കൂട്ടി കൊടുക്കുകയാണ്. സെക്കൻഡ് സ്പീഡിലിട്ടിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുകയാണ്. 1 മിനിറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ സ്പീഡ് വീണ്ടും കൂട്ടുക. അങ്ങനെ ഓരോ മിനിറ്റിലും സ്പീഡ് കൂട്ടി ഹൈ സ്പീഡ് വരെ എത്തി നമ്മളൊരു നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ അതെത്തും. ഒരു റിബൺ കൺസിസ്റ്റൻസി പോലെ നമുക്ക് തോന്നും. ആ ഒരു പരുവത്തിലെത്തുന്നത് വരെ ബീറ്റ് ചെയ്യുക. ഇതൊരു ഓഫ് വൈറ്റ് കളറാവും. ശരിക്കും പ്യൂർ വൈറ്റ് കളർ ആവില്ല, ഒരു ഓഫ് വൈറ്റും അല്ല, അങ്ങനെ ഒരു കളറിലെത്തി നല്ലൊരു ക്രീമി ഇതാവുമ്പോഴേക്കും നമ്മൾ അതിനകത്തേക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്തിട്ട്, ടീസ്പൂൺ അല്ല കേട്ടോ, സോറി, ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുക. അതിനുശേഷം ഫസ്റ്റ് സ്പീഡിലിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. നമ്മൾ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചേക്കുവാണ്. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചേക്കുവാണ്. അതിനുശേഷം നമ്മൾ ഫ്ലോർ മിക്സ് ചെയ്യുകയാണ്. 1/2 കപ്പ് മൈദ എടുത്തിട്ട് അതിനകത്ത് 1 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയിട്ട് അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മൾ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് ഒരു നുള്ള് ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ആഡ് ചെയ്ത് ഒന്ന് അരിച്ച് നമ്മൾ ഇതിനകത്തേക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം കുറേശ്ശെയായിട്ട് അരിച്ചൊഴിച്ച് വിസ്കിന് ഈ നമ്മൾ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്കും കൂടിയും കുറേശ്ശെയായിട്ട് അതും കൂടി ആഡ് ചെയ്ത് ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഫ്ലോർ ആഡ് ചെയ്യണം. മിൽക്ക് ആഡ് ചെയ്യരുത്, ലാസ്റ്റ് ഫ്ലോറും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും പതിയെ മിക്സ് ചെയ്യണം കേട്ടോ. ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടിരിക്കുന്നതാണ്. നമ്മൾ പതിയെ അത് മിക്സ് ചെയ്ത് ഫുൾ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം സ്പാച്ചില വെച്ച് അരികിലൊക്കെ ഇരിക്കുന്നതെല്ലാം നമ്മളൊന്ന് വടിച്ച് മാറ്റി നല്ലപോലെ ഒന്ന് വടിച്ച് നീക്കി സെറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇത് ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ 6 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നാണ്, നല്ല ഹൈറ്റുള്ള ടിന്നാണ്. അതിനകത്തേക്ക് ബട്ടർ പേപ്പർ വെച്ച് നമ്മൾ അങ്ങനെ ഒഴിച്ച് ബേക്ക് ചെയ്തെടുക്കുകയാണ്. നമുക്കൊരു 25-30 മിനിറ്റ് എടുക്കും ആ ഒരു ഹീറ്റ് തന്നെ ബേക്കായി കിട്ടാനായിട്ട്. നമ്മളൊരു 25 മിനിറ്റ് സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ നല്ല സ്പോഞ്ചായിട്ടുള്ള കേക്ക് നമുക്ക് കിട്ടി. നമ്മൾ ചൂടാറിയതിന് ശേഷമാണ് ഇത് കട്ട് ചെയ്യുന്നത്. 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ട് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ സോഫ്റ്റായിട്ട് പിടിച്ചില്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകും. ഞാൻ ക്യാമറയുടെ ക്രീമാണ് എടുത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്, ഒരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റാണ് ആ ക്രീമിന്. ആ ക്രീം ബീറ്റ് ചെയ്തതിന് ശേഷം ബീറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ വേണമെങ്കിൽ പറഞ്ഞു തരാം കേട്ടോ, ഞാൻ വേറൊരു വീഡിയോ ഇടുന്നതായിരിക്കും. ശേഷം മിൽക്കും ഷുഗറും വെച്ചിട്ടുള്ള സിറപ്പാണ് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. ഈ സ്പോഞ്ച് വെക്കണതിന് തൊട്ട് മുമ്പ് നമ്മൾ അടിയിൽ കുറച്ച് ക്രീം തൂക്കണം, അല്ലെങ്കിൽ സ്പോഞ്ച് നീങ്ങി വരും. അപ്പോൾ അതിന് ശേഷം നമ്മൾ ക്രീം ആഡ് ചെയ്തു, അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യും. കണ്ടൻസ്ഡ് മിൽക്കോ മിഠായി മേറ്റോ അതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് ആഡ് ചെയ്യുകയാണ്. അത് ആഡ് ചെയ്തൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുകയാണ്. അത്യാവശ്യം നല്ലതുപോലെ ചോക്ലേറ്റ് ആഡ് ചെയ്യാറുണ്ട് കേക്കുകളിൽ. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ചോക്കോ ചിപ്പും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ചോക്കോ ചിപ്പും കൂടി ആഡ് ചെയ്ത് അടുത്ത ലെയർ വെച്ചു. അതിനെയും നമ്മൾ വെറ്റ് ചെയ്ത് കൊടുക്കണം. കേക്ക് നമ്മൾ കറക്റ്റ് ആ അളവിലൊക്കെ തന്നെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് കേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ആദ്യമായിട്ടൊക്കെ കേക്ക് ചെയ്തപ്പം വളരെ മോശമായിരുന്നു. വായിൽ വയ്ക്കാൻ കൊള്ളില്ലാത്ത വേറൊരു പുളി ടേസ്റ്റ് പോലെ. അത് ബേക്കിംഗ് സോഡ കൂടിപ്പോയിൻ്റെയാണോ എന്താണെന്നറിയത്തില്ല, അങ്ങനത്തെ ഒരു ടേസ്റ്റിലായിരുന്നു കേക്ക് ഉണ്ടായിരുന്നത്. അത് പിന്നെ കുറേ പഠിച്ച് 5-6 തവണ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അത് സെറ്റായി. എനിക്ക് പിന്നെ ഈ കുക്കിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് മടുപ്പുണ്ടാവില്ല, ഇതൊക്കെ ചെയ്യാൻ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് പഠിച്ചു. എൻ്റെ ഒരു ഫ്രണ്ട് ബേക്കിംഗ് ക്ലാസ്സിൽ പോയി പഠിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ, സ്നേഹ എന്നാണ് അവളുടെ പേര്, സ്നേഹനെ വിളിച്ച് ഞാൻ ഡൗട്ടൊക്കെ ചോദിച്ചാൽ അവളെല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്ത് തരും. നമ്മൾ ഇതിനകത്തേക്ക് ചോക്ലേറ്റ് ആഡ് ചെയ്യണം എത്ര അളവാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഒരു 1/2 കിലോൻ്റെ മറ്റേ ചോക്ലേറ്റ് മേടിച്ച് കഴിഞ്ഞാൽ അത് 4 സെക്ഷനായിട്ട് അവർ വീതിച്ചേക്കണ നമുക്ക് കാണാം. അതിൻ്റെ അകത്തുനിന്ന്
ഒരു സെക്ഷൻ്റെ പകുതിയാണ് നമ്മൾ ഹാഫ് കെ ജിയിലേക്ക് ആഡ് ചെയ്യുന്നത്. മറ്റേത് 1 kg ആകുമ്പോൾ നമ്മൾ ആ ഒരു 4 ഒരു പീസ്, എല്ലാവരും അങ്ങനെയൊന്നും ചേർക്കില്ല, നമ്മൾ അത്രയും ചേർക്കും. അപ്പോൾ ഇഷ്ടംപോലെ ചോക്ലേറ്റ് അതിൻ്റെ ഉള്ളിലുണ്ടാവും. ഇതിപ്പോൾ കണ്ടോ, ചോക്ലേറ്റ് ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് നമ്മൾ ആ സ്പോഞ്ച് വെച്ച് കഴിഞ്ഞപ്പോൾ അത് നീങ്ങി പോരുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലൊരു 10-15 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിലൊന്ന് സെറ്റാൻ വയ്ക്കുക. അത് കഴിഞ്ഞ് ഫിനിഷ് കോട്ട് ചെയ്യുക. ജസ്റ്റ് വീട്ടിൽ കഴിക്കാനാണെങ്കിൽ നമ്മൾ ഇത്രയും ചെയ്താൽ മതി, ഫിനിഷ് കോട്ടിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റാണ്. ഇതുപോലെ തന്നെ ഈ ഒരു അളവിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരേക്കും ടാറ്റാ. താങ്ക്സ് ഫോർ വാച്ചിങ്.